1973 മുതൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി പരിപാടിയുടെ ഭാഗമായി ആചരിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ലോക പരിസ്ഥിതി ദിനാചരണം. നിരവധിയായ ദിനാചരണങ്ങൾ നമുക്ക് വർഷമെമ്പാട് അല്ലെങ്കിൽ വർഷത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടെങ്കിൽ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ടുള്ള പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആ പരിസ്ഥിതി ദിനാചരണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഐക്യരാഷ്ട്ര സംഘടനയും അതിന്റെ പോഷക സംഘടനകളും എല്ലാം എത്തുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ പരിസ്ഥിതി ദിനാചരണത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് എത്ര കണ്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ ചോദ്യമുയർത്തുന്ന ഒരു കാര്യമാണ്. പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. അത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ ഒരുപാട് വെല്ലുവിളികൾ പരിസ്ഥിതി പ്രവർത്തകർ നേരിടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. സൈലന്റ് വാലി എന്ന മഹത്തായ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രദേശത്ത്, പ്രത്യേകിച്ചും വ്യാവസായിക താല്പര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ ഒരുപാട് എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. കാരണം പരിസ്ഥിതി സംരക്ഷണം നടപ്പാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അതിനവർ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തിന് ഒരു തീം അല്ലെങ്കിൽ ഒരു സന്ദേശം ഉണ്ടാകാറുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി നിരന്തരം ആവർത്തിച്ചു വരുന്ന ഒരു തീമാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും ആലോചനപ്പെടുത്തേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമാണ്. അത് മറ്റൊന്നുമല്ല, പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഇത്തവണ ആ തീം എന്ന് പറയുന്നത് ബീച്ച് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുക എന്നുള്ളതാണ്.